ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ബൈവേരിയേറ്റ് മാത്തമെറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ, അതായത് ബൈവേരിയേറ്റ് റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളതാണ് പഠിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് പഠിച്ചതാണ്. വി നോ that in univariate case the expectation of the random variable x is expectation of x is equal to summation over x into f of x if x is discrete, or expectation of x is equal to integral over x into f of x dx if x is continuous, where f of x is the probability function of x. അതായത് യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു സമേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. എപ്പോൾ എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ. ഇനി കണ്ടിന്യൂസ് ആണെങ്കിൽ സമേഷന് പകരം ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. അതുപോലെ തന്നെ അവിടെ ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ പ്രോബബിലിറ്റി ഫങ്ഷനാണ്. എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അത് പി എം എഫ് ആയിരിക്കും, കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഡി എഫ് ആയിരിക്കും. ഇനി അതേപോലെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ ഒരു ഫങ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നും നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചതാണ്. അതെന്താ? എക്സ് ഒരു റാൻഡം വേരിയബിളാണ് വിത്ത് പി എം എഫ് അല്ലെങ്കിൽ പി ഡി എഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് എന്നുള്ളത് എക്സിൻ്റെ ഒരു ഫങ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ആ ജി ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് അല്ലേ. എക്സ് കണ്ടിന്യൂസ് ആകുന്ന കേസിൽ ജി ഓഫ് എക്സ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നായിരുന്നു എക്സ്പെക്റ്റേഷനെ ഡിഫൈൻ ചെയ്തിരുന്നത്. ഇനി എക്സ് ഡിസ്ക്രീറ്റ് ആകുമ്പം ജി ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തത്? സമേഷൻ ഓവർ എക്സ് ജി ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ. അങ്ങനെയായിരുന്നു നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ എക്സ്പെക്റ്റേഷന് പഠിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചതാണ്. ഇനി നോക്കുക ബൈവേരിയേറ്റ് കേസിൽ നമ്മൾ എക്സ്പെക്റ്റേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെ ഫങ്ഷൻ്റെ എക്സ്പെക്റ്റേഷനെയാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ജി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, എക്സിൻ്റെയും വൈൻ്റെയും ഒരു ഫങ്ഷൻ്റെ എക്സ്പെക്റ്റേഷനെയാണ് നമ്മൾ ഈ ബൈവേരിയേറ്റ് മാത്തമെറ്റിക്കൽ എക്സ്പെക്റ്റേഷനിൽ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നോക്കുക എന്താണ് എക്സ് ആൻഡ് വൈ. In bivariate case, we can define the mathematical expectation as expectation of g of x comma y is equal to double summation, that is summation over x summation over y g of x comma y into f of x comma y if x and y are discrete, or integral over x integral over y g of x comma y into f of x y ഡി വൈ ഡി എക്സ്. അതായത് ഇവിടെ എന്താ ജി ഓഫ് എക്സ് നേരത്തെ കേസിൽ നേരത്തെ കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പറഞ്ഞ സമയത്ത് അവിടെ എക്സിന് പകരം ഇവിടെ എന്താ എക്സിൻ്റെയും വൈൻ്റെയും ഒരു ഫങ്ഷനാണ്. ജി ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ എന്ത് വരും? ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെന്താ ഇവിടെ ഡബിൾ സമ്മേഷൻ, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഡബിൾ സമ്മേഷൻ യൂസ് ചെയ്യണം, കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ ഡബിൾ ഇൻ്റഗ്രൽ അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ജി ഓഫ് എക്സ് വൈൻ്റെ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? സമേഷൻ ഓവർ എക്സ് സമേഷൻ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡിസ്ക്രീറ്റ്. ഇനി കണ്ടിന്യൂസ് ആകുമ്പോൾ എങ്ങനെയാണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ് കേസിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളത് എന്തായിരുന്നു? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ്. അപ്പോൾ അവിടെ എക്സിന് പകരം ഇവിടെ എന്താ ജി ഓഫ് എക്സ് കോമ വൈ, പിന്നെ എഫ് ഓഫ് എക്സിന് പകരം ഇവിടെ എന്താ രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പം അതിൻ്റെ ജോയിൻ്റ് പ്രോബബിലിറ്റി ഫങ്ഷൻ, എക്സ് ആൻഡ് വൈ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ജോയിൻ്റ് പി എം എഫ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ജോയിൻ്റ് പി ഡി എഫ്. അപ്പോൾ അതായിരിക്കും എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത്. ഓക്കെ,
അതാണ് നമ്മുടെ ബൈവേരിയേറ്റ് കേസിലെ മാത്തമെറ്റിക്കൽ എക്സ്പെക്റ്റേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Let x and y are two random variables with joint PMF f of x y is equal to x plus 2y by 18, where x equal to 1, 2, y is equal to 1, 2. Find expectation of x square y. അപ്പോൾ എന്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ആണ് കാണേണ്ടത്? എക്സ് സ്ക്വയർ വൈൻ്റെ. എക്സ് സ്ക്വയർ വൈ എന്നുള്ളത് എന്താ? എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ് അല്ലേ. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ്. ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ വൈ. നമ്മുടെ ജി ഓഫ് എക്സ് എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ഇതെന്താ? ഡിസ്ക്രീറ്റ് കേസാണ്. എക്സ് ആൻഡ് വൈ ഡിസ്ക്രീറ്റ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് അല്ല, ജി ഓഫ് എക്സ് കോമ വൈ. എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്തായിരിക്കും? സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ജി ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്താണ്? എക്സ് സ്ക്വയർ വൈ ആണ്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താണ്? എക്സ് പ്ലസ് 2y ബൈ 18 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഡബിൾ സമ്മേഷൻ ജി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഇക്വേഷനിൽ ജി ഓഫ് എക്സ് കോമ വൈയും എഫ് ഓഫ് എക്സ് കോമ വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ജി ഓഫ് എക്സ് കോമ വൈ എന്താണ്? എക്സ് സ്ക്വയർ വൈ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എഫ് ഓഫ് എക്സ് കോമ വൈ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോഴാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ് പ്ലസ് 2y ബൈ 18 അല്ലേ. ഇനി നമ്മളതിനെ സം ചെയ്യുന്നു. ആദ്യം വൈയിൽ സമ്മേഷൻ ചെയ്യുക, പിന്നെ എക്സിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ എക്സ് എങ്ങനെയാണ്? ഇതിൽ ഫസ്റ്റത്തെ ടേം 1 ഇൻറ്റു 3/18 അല്ലേ. അതെങ്ങനെയാണ്? എക്സ് വൈ എന്നുള്ള എത്ര പെയർ ഉണ്ടായിരിക്കും ഇതിൽ? 1 1 1 2 2 1 2 2 അങ്ങനെ നാല് വാല്യൂസ് അല്ലേ എക്സ് വൈ എന്നുള്ള പെയറിന്. അപ്പോൾ ആ 4 വാല്യൂസിലുള്ളത് കണ്ടാൽ മതി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ കാണാൻ. അപ്പോൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് എക്സ് 1ഉം വൈ 1ഉം ആകുമ്പം ഈ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എക്സ് പ്ലസ് 2y ബൈ 18 എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സ് 1ഉം വൈ 1ഉം ആണ്. അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 1/18 അതെന്ത് വരും? 1 സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2/18 എന്ന് പറയുമ്പോൾ 3/18. അതാണ് ഫസ്റ്റത്തെ 1 ഇൻറ്റു 3/18 എന്ന് പറയുന്നത്. പിന്നെ പ്ലസ് അടുത്ത പെയർ ഏതാ? 1 2 അല്ലേ. എക്സ് 1 വൈ ഈക്വൽ ടു 2. അപ്പം എക്സിന് 1ഉം വൈ ഈക്വൽ ടു 2ഉം കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എക്സ് പ്ലസ് 2y/18 എന്നുള്ളത് എന്ത് വരും? 2 ഇൻറ്റു 5/18 എന്ന് വരും. പിന്നെ അടുത്ത പെയർ ഏതാ? 2 1 അതായത് എക്സ് 2 വൈ 1. അപ്പം ആ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എക്സ് പ്ലസ് 2y/18 എന്ത് വരും? എക്സിന് 2ഉം വൈക്ക് 1ഉം കൊടുക്കുമ്പോൾ 4 ഇൻറ്റു 4/18 വരിക. പ്ലസ് എക്സിന് 2ഉം വൈക്കും 2 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 8 ഇൻറ്റു 6/18 വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മ എത്രയാണ്? 77/18. അതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടത്? നമ്മുടെ ജി ഓഫ് എക്സ് എന്ന് പറയണത് ജി ഓഫ് എക്സ് കോമ വൈ എന്ന് പറയണത് ഇവിടെ എന്താ ഈ കേസിൽ എക്സ് സ്ക്വയർ വൈ ആണ്. പിന്നെ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ളത് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 2y/18 ആണെന്ന്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് വൈൻ്റെ ഇക്വേഷനിൽ നേരെ ജി ഓഫ് എക്സ് വൈ എന്താണ് തന്ന ജി ഓഫ് എക്സ് വൈ എന്താണ്, അതുപോലെ എഫ് ഓഫ് എക്സ് വൈ എന്താണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ സം ചെയ്യുമ്പം അവസാനം സം ചെയ്തപ്പോൾ നമുക്ക് 77/18 കിട്ടി. അപ്പോൾ അതായിരിക്കും നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈൻ്റെ ആൻസർ. ഓക്കെ, പിന്നെ അടുത്ത ഒരു എക്സാമ്പിൾ, ഇതൊരു ഡിസ്ക്രീറ്റ് കേസിലുള്ള എക്സാമ്പിളാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കണ്ടിന്യൂസ് കേസിലുള്ള എക്സാമ്പിളാണ്. ഫോർ 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ,
The joint PDF f of x comma y is equal to x plus y. 0 less than x less than 1, 0 less than y less than 1. Find expectation of 3x into y square. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്താ, നമുക്ക് എന്താ കണ്ടേ, എക്സ്പെക്റ്റേഷൻ ഓഫ് 3x ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് കോമ വൈ എന്താണ്, 3x ഇൻറ്റു വൈ സ്ക്വയർ ആണ് അല്ലേ. അപ്പം നമ്മൾ പിന്നെ പോരാത്തതിന് എന്താണ്, ഇത് കണ്ടിന്യൂസ് കേസാണ്. അപ്പോൾ അവിടെ നേരത്തെ നമ്മൾ സമ്മേഷനാണ് യൂസ് ചെയ്തത്, അതെന്താ, എന്തുകൊണ്ടാണ്, ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട്. ഇവിടെ എന്താ, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം, സമ്മേഷന് പകരം ഇൻ്റഗ്രേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്തായിരുന്നു, കണ്ടിന്യൂസ് കേസിൽ ഡബിൾ ഇൻ്റഗ്രൽ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ് അല്ലേ, അതല്ലായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യും, ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താണ്, 3x ഇൻറ്റു വൈ സ്ക്വയറാണ്. അപ്പോൾ അതിന് പകരം ജി ഓഫ് എക്സ് വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, ജി ഓഫ് 3x ഇൻറ്റു വൈ സ്ക്വയർ കൊടുക്കും. പിന്നെ നമുക്ക് എഫ് ഓഫ് എക്സ് കോമ വൈ, അതായത് ജോയിൻ്റ് PDF തന്നിട്ടുണ്ട്, അതെന്താ, എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 2 അല്ല എക്സ് പ്ലസ് വൈ. അപ്പോൾ അതും കൂടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആ ഒരു ഇക്വേഷനിൽ നമ്മൾ അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 3x ഇൻറ്റു വൈ സ്ക്വയർ എന്നുള്ളത് എന്ത് വരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇൻ്റഗ്രൽ ഓവർ എക്സ്, ഇൻ്റഗ്രൽ ഓവർ എക്സ് എന്ന് പറയുമ്പം എന്ത് വരും, എക്സിൻ്റെ ലിമിറ്റ് 0 to 1, അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 1. ഇൻ്റഗ്രൽ ഓവർ വൈ, വൈൻ്റെ ലിമിറ്റ് എന്താ, 0 to 1 തന്നെ. അപ്പം ഇൻ്റഗ്രൽ ഫ്രം 0 to 1 3x ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് 3x അല്ലേ, അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് 3x വൈ സ്ക്വയർ അല്ലേ നമുക്ക് കണ്ടേ. അപ്പോൾ 3x വൈ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ, എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3x ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്നുള്ള ടേമിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്ത് വരും, 3x വൈ സ്ക്വയർ ഇൻറ്റു എക്സ് എന്നുള്ളത്, അതിന് മുന്നേ നമ്മൾ 3 എന്ന് പറയുന്നത് അതിൽ എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ആ രണ്ട് ഇൻ്റഗ്രലിൻ്റെയും പുറത്തേക്ക് എടുക്കാം ആ 3നെ. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, എക്സ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് വൈനെ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, എക്സ്പാൻഡ് ചെയ്ത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എങ്ങനെ വന്നു, എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ ക്യൂബ് എന്ന് വരും, ഇൻറ്റു ഡി വൈ ഡി എക്സ് എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നോക്കുക, ഫസ്റ്റത്തെ ടേം എക്സ്, ഇൻ്റഗ്രലിൻ്റെ അകത്തുള്ള ഫസ്റ്റത്തെ ടേം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അല്ലേ, ഇൻറ്റു ഡി വൈ ഡി എക്സ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഉള്ളിൽ ഇൻ്റഗ്രൽ വൈ അല്ല, അപ്പോൾ വൈയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈ ഒരു എക്സ് സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു വൈ ക്യൂബിനെ നമ്മൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, എക്സ് സ്ക്വയർ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അപ്പോൾ വൈ ക്യൂബ് ബൈ 3 എന്ന് വരും, എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ക്യൂബ് ബൈ 3. എന്നിട്ട് ലിമിറ്റ് കൂടി കൊടുക്കുക 0 to 1 പ്ലസ് എക്സ് വൈ ക്യൂബിൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ഇൻറ്റു വൈ റേസ് ടു 4/4 വരും അല്ലേ. അവിടെയും ലിമിറ്റ് 0 to 1 കൊടുക്കുക. പിന്നെ അവസാനം നമുക്ക് ഡി എക്സ് ഉണ്ടാവും, എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, അപ്പോൾ ആ ഡി എക്സും കൂടി അവിടെ ഇടുന്നു. പിന്നെന്താ, നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റൊക്കെ കൊടുത്തു വരുമ്പം വൈ ക്യൂബ് ബൈ 3ക്ക് ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/3 മൈനസ് 0 എന്ന് വരും. അതുപോലെ വൈ റേസ് ടു 4/4ന് 0 to 1 എന്നുള്ള ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും, 1/4 മൈനസ് 0 എന്ന് വരും. അപ്പോൾ അത് നമ്മൾ എക്സ് സ്ക്വയറും എക്സുമായിട്ട് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് വരുമ്പോൾ എന്ത് വരും, 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു 1/3 എന്ന് വരുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 3 പ്ലസ് എക്സ് ഇൻറ്റു 1/4 എന്ന് പറയുമ്പോൾ എക്സ് ബൈ 4 ഇൻറ്റു ഡി എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ നമുക്ക് എക്സിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷനായി ഉള്ളിലുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ ഇനി എക്സിലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എക്സിലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ എക്സിലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അപ്പോൾ എക്സിലും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 3 ഇൻറ്റു നമുക്ക് അവസാനം വരുന്ന ഇപ്പോൾ ഈ ഒരു വരുന്ന ടേം 3 ഇൻറ്റു
ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ബൈ 3 പ്ലസ് എക്സ് ബൈ 4 ഇൻറ്റു ഡി എക്സ് അല്ലേ. അപ്പോൾ നമ്മൾ എക്സിൽ കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 3 ഇൻറ്റു 3 വരില്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 9 പ്ലസ് എക്സ് ബൈ 4 എന്നുള്ളത് എക്സ് സ്ക്വയർ ബൈ 8 ആകും. 3 പിന്നെ കോമൺ ആണ്. എന്നിട്ട് പിന്നെ നമ്മൾ ലിമിറ്റ് കൊടുക്കും. അങ്ങനെ ലിമിറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ അവസാനം നമുക്ക് എന്ത് വരും? 51/72 വരും. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു വൈ സ്ക്വയറിന് നമുക്ക് എന്ത് വരും? 51/72 വരും. അപ്പോൾ ഇവിടെ എന്താ നേരത്തെ കേസ് എന്നുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ കണ്ടിന്യൂസ് കേസാണ്. അപ്പോൾ സമ്മേഷന് പകരം ഇൻ്റഗ്രേഷനാണ് വരിക. പിന്നെ ജി ഓഫ് എക്സ് വൈ എന്നുള്ളത് എന്താ? 3 ഇൻറ്റു എക്സ് വൈ സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ്. ആ ഇക്വേഷനിൽ നമ്മൾ ആ ജി ഓഫ് എക്സ് വൈ, ഇവിടെ എന്താ ജി ഓഫ് എക്സ് വൈ അതുപോലെ എഫ് ഓഫ് എക്സ് വൈയും തന്നത് എന്നുണ്ടെങ്കിൽ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പം നമുക്ക് എന്ത് കിട്ടി? 51/72 എന്ന് കിട്ടി. ഓക്കെ, അതാണ് 2 എക്സാമ്പിൾ. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ്റെ പ്രോപ്പർട്ടീസ് പറയാം. First one, addition theorem. For two random variables x and y, expectation of x plus y is equal to expectation of x plus expectation of y provided all the expectations exist. അതായത് എന്താണ് അഡീഷൻ തിയറത്തിൽ എന്താ പറഞ്ഞത്? നമ്മൾ പ്രോബബിലിറ്റിയിൽ നമ്മൾ അഡീഷൻ തിയറം എങ്ങനെയായിരുന്നു പറഞ്ഞത്? പി ഓഫ് എ യൂണിയൻ ബി is equal to പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി അല്ലേ. അപ്പോൾ ഇവിടെ എക്സ്പെക്റ്റേഷൻ്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. ദാറ്റ് ഈസ് രണ്ട് റാൻഡം വേരിയബിളിൻ്റെ സമ്മിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ഇൻഡിവിജ്വൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് അഡീഷൻ തിയറം എന്ന് പറഞ്ഞാൽ. അഡീഷൻ തിയറം എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ provided all the expectation exist. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. എങ്ങനെ വന്നതെന്ന് അറിയണ്ടേ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ. അപ്പോൾ എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരും ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കാം. ഫസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ അല്ലേ. എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെയും വൈൻ്റെ ഒരു ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ എഴുതാം അതിൻ്റെ എക്സ്പെക്റ്റേഷൻ. എങ്ങനെ? എക്സ് ആൻഡ് വൈ, ഇപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുക എക്സ് ആൻഡ് വൈ ഡിസ്ക്രീറ്റ് ആണെന്ന്. നമുക്ക് ഡിസ്ക്രീറ്റ് കേസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ആൻഡ് വൈ ഡിസ്ക്രീറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ അല്ലേ. അതായത് ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിന് പകരം എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഇവിടെ നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് വരും. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ സമ്മേഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അതായത് ആ ടേംസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. രണ്ട് ടേമിനും സമ്മേഷൻ കൊടുത്തും കൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ. ഇനി നോക്കുക എന്താണ് ഇവിടെ നോക്കുക. ഫസ്റ്റത്തെ ടേമിൽ എന്താണ്? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് അല്ലേ. അപ്പോൾ അവിടെ ഉള്ളിൽ എന്താ? സമ്മേഷൻ വൈ ആണ്. സമ്മേഷൻ വൈ ആയതുകൊണ്ട് അവിടെ അതിൻ്റെ ഉള്ളിലെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈയിൽ ആ എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ വൈ ആയതുകൊണ്ട് എക്സ് അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ആ എക്സിനെ എന്ത് ചെയ്യും? ആ സമ്മേഷനെ പുറത്തോട്ടിടും. അതായത് സമ്മേഷൻ ഓവർ വൈക്ക് പുറത്തോട്ടിടും. അപ്പോൾ എന്ത് വരും? ആ ടേം താഴെ ഉള്ള സ്റ്റെപ്പിലേക്ക് നോക്കുക. ആ ടേം എന്തായി മാറും? സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ആവും. പിന്നെ അതിൽ തന്നെ ആ സെക്കൻഡ് സ്റ്റെപ്പിൽ തന്നെയുള്ള ആ രണ്ടാമത്തെ ടേം നോക്കുക. അതിലെന്താ?
സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, സമ്മേഷനെ ഇൻ്റർചേഞ്ച് ചെയ്യുക. സമ്മേഷൻ ഓവർ വൈ, സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എന്നുള്ളതിന് നമുക്ക് സമ്മേഷൻ ഓവർ വൈ സമ്മേഷൻ ഓവർ എക്സ് എന്ന് ചെയ്യാം. അതായത് ആദ്യം എക്സിൽ സം ചെയ്തിട്ട് പിന്നെ വൈയിൽ സം ചെയ്യാം. കുഴപ്പമില്ലല്ലോ, അങ്ങനെ സമ്മേഷനെ ഇൻ്റർചേഞ്ച് ചെയ്യണതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ സമ്മേഷനെ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ സമ്മേഷൻ ഓവർ എക്സ് എന്നുള്ളത് ഉള്ളിൽ വരും അല്ലേ. അപ്പോൾ ആ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും, വൈ ഇൻറ്റു എഫ് ഓഫ് എക്സിൽ സമ്മേഷൻ ഓവർ എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നുള്ളത് എന്തായി മാറും, അതിൽ ആ വൈ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആവും. സമ്മേഷൻ ഓവർ എക്സ് ആകുമ്പം ആ വൈ അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ വൈനെ പുറത്തോട്ടിടും. അപ്പോൾ എന്ത് വരും, സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നായിട്ട് മാറും. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിട്ട് മാറും. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കുക, സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താ, സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താണ്, മാർജിനൽ പി എം എഫ് ആണ് അല്ലേ. ഇത് ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് ഇത് മാർജിനൽ പി എം എഫ് ആണ്. സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സിൻ്റെ മാർജിനൽ പി എം എഫ് ആണ് അല്ലേ. അതായത് എഫ് വൺ ഓഫ് എക്സ് ആണ്. അതുപോലെ ഈ സെക്കൻഡ് ടേമിൽ സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താ, വൈൻ്റെ മാർജിനൽ പി എം എഫ്. അതിനെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, എഫ് ടു ഓഫ് വൈ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ടേമിന് സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിനെയും സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിനെയും നമ്മൾ എങ്ങനെ മാറ്റി എഴുതും, എഫ് വൺ ഓഫ് എക്സ് ആൻഡ് എഫ് ടു ഓഫ് വൈ എന്ന് മാറ്റി എഴുതും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മാറുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും, സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈക്ക് പകരം എഫ് വൺ ഓഫ് എക്സ് വരും, പ്ലസ് സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈക്ക് പകരം എന്ത് വരും, എഫ് ടു ഓഫ് വൈ വരും. ഓക്കെ, അതിൻ്റെതാണ് ഇവിടെ എഴുതിയ സമ്മേഷൻ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സ് ആൻഡ് സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എഫ് ടു ഓഫ് വൈ. അപ്പോൾ എഴുതിയല്ലോ, നമ്മൾ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തി. അപ്പോൾ നോക്കുക, ഇവിടെ എന്താ സമ്മേഷൻ ഓവർ എക്സ് ഈ ഒരു സ്റ്റെപ്പിൽ ലാസ്റ്റ്, ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്താണ് സമ്മേഷൻ ഓവർ എക്സ് ഫസ്റ്റത്തെ ടേം സമ്മേഷൻ ഓവർ എക്സ് എഫ് വൺ ഓഫ് എക്സ് എന്നുള്ളത് എന്താ, സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് എന്നുള്ളത് എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലേ. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് അതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത്, സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് അല്ലേ. എഫ് വൺ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ എക്സിൻ്റെ പി എം എഫ് ആണ്. അപ്പം ഇതെന്തായി മാറും, സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആവും. അതേപോലെ രണ്ടാമത്തെ ടേം സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു എഫ് ടു ഓഫ് വൈ എന്നുള്ളത് എന്താവും, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിട്ട് മാറും. ഓക്കെ, അത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ അല്ലേ, അപ്പോൾ അത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് മാറ്റി എഴുതി. അപ്പോൾ എന്തായി, അവസാനം എന്ത് വന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയി. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, എങ്ങനെയാണ് പ്രൂവ് ചെയ്തോ ഒന്നും കൂടി പറയാം. എക്സ് പ്ലസ് വൈ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താ, എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ അല്ലേ ശരിക്കും. എക്സ് പ്ലസ് വൈ എന്നുള്ളത് ഒരു എക്സിൻ്റെ വൈൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഡെഫിനിഷൻ വെച്ചിട്ട് ചെയ്തു. ഡെഫിനിഷൻ വെച്ചിട്ട് എഴുതി വരുമ്പം പിന്നെ എങ്ങനെയാണ് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ ജി ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ള ഡെഫിനിഷൻ ഇല്ലേ, അത് വെച്ചിട്ട് നമ്മൾ എഴുതി. നമ്മൾ ജി ഓഫ് എക്സ് കോമ വൈക്ക് പകരം അവിടെ എന്ത് കൊടുത്തു, എക്സ് പ്ലസ് വൈ കൊടുത്തു. എന്നിട്ട് പിന്നെ ആ എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. എന്നിട്ട് ആ സമ്മേഷനെ രണ്ട് ടേമിനും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു, സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എഫ് വൺ ഓഫ് എക്സ് ആണെന്നും സമ്മേഷൻ ഓവർ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എഫ് ടു ഓഫ് വൈ ആണെന്നും മാറ്റി എഴുതി. ഓക്കെ, അങ്ങനെയല്ല നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നെത്തിയത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക, ഇതിപ്പോൾ നമ്മൾ
ഡിസ്ക്രീറ്റ് കേസ് വെച്ചിട്ടാണ് ഇത് പ്രൂവ് ചെയ്തത്. അതായത് അഡീഷൻ തിയറം പ്രൂവ് ചെയ്തത് ഡിസ്ക്രീറ്റ് കേസ് വെച്ചിട്ടാണ്. ഇനി നമുക്ക് കണ്ടിന്യൂസ് കേസ് വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെക്കാം. അപ്പോൾ അവിടെ എന്താ മാറ്റം വരിക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നുള്ളത് എന്താവും? കണ്ടിന്യൂസ് കേസിൽ ഇൻ്റഗ്രേഷൻ വരും. സമ്മേഷന് പകരം അവിടെ ഇൻ്റഗ്രേഷൻ വരും. ആ ഒരു ചേഞ്ചേ ഉണ്ടാവുള്ളൂ. സമ്മേഷന് പകരം എന്ത് വരും? ഇൻ്റഗ്രേഷൻ വരും. ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻ്റഗ്രൽ ഓവർ വൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ ഇൻറ്റു ഡി വൈ ഡി എക്സ് എന്ന് വരും. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ ഇതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ അവസാനം എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എത്തും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇത് ജനറലായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ 2 റാൻഡം വേരിയബിൾസിന് മാത്രമല്ല, x1 x2 എക്സെട്ര xn n റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ n റാൻഡം വേരിയബിൾസിൻ്റെയും സമ്മിൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ എഴുതാം. ഇൻഡിവിജ്വൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ സമ്മായിട്ട് എഴുതാം. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ദാറ്റ് ഈസ് ജനറലി ഫോർ n റാൻഡം വേരിയബിൾസ് x1 x2 എക്സെട്ര xn എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 plus etc plus xn equal to expectation of x1 plus expectation of x2 plus etc plus expectation of xn. ഓക്കെ, അതാണ് അഡീഷൻ തിയറം. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ തിയറാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് x and y, expectation of x into y is equal to expectation of x into expectation of y provided all the expectations exist. അപ്പോൾ ഇവിടെ എന്താണ്? 2 റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ എക്സ്പെക്റ്റേഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ? എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആയിരിക്കും, പ്രൊവൈഡഡ് ഓൾ ദി എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ്. ഓക്കെ, അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. നമ്മൾ പ്രോബബിലിറ്റിയിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇവിടെ എന്താ? എക്സ്പെക്റ്റേഷൻ ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് 2 റാൻഡം വേരിയബിൾ അല്ലേ, എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ. അതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഓക്കെ, ഇനി അതിൻ്റെ പ്രൂഫ് നോക്കാം. കൺസിഡർ എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് വിത്ത് ജോയിൻറ്റ് പി എം എഫ് എഫ് ഓഫ് എക്സ് കോമ വൈ. Then expectation of x comma y is equal to summation over x summation over y x into y f of x comma y അല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് ഇൻറ്റു വൈൻ്റെ എക്സ്പെക്റ്റേഷൻ അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് എന്താ? ഒരു ഫംഗ്ഷനാണ് അല്ലേ? ജി ഓഫ് എക്സ് കോമ വൈ അല്ലേ? എക്സിൻ്റെ വൈൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ നമ്മളിവിടെ 2 റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തു. എന്നിട്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ കാണുകയാണ്. സാധാരണ ജി ഓഫ് എക്സ് ഇൻറ്റു വൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ജി ഓഫ് എക്സ് കോമ വൈ കാണുന്ന പോലെ തന്നെ നമ്മൾ കാണുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ ഡിസ്ക്രീറ്റ് കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് വൈ. ഇവിടെ ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ് ഇൻറ്റു വൈ അല്ലേ? എക്സ് ഇൻറ്റു വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ അല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ എടുക്കണത്. ഇനി നോക്കുക, നമ്മൾ എന്താ പറഞ്ഞത്? എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്തായിരിക്കും? f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ അല്ലേ? എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? എഫ് ഓഫ് എക്സ് കോമ വൈ ജോയിൻറ്റ് പി എം എഫ് എന്തായിരിക്കും? മാർജിനൽ പി എം എഫിൻ്റെ സമ്മല്ല പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ? എഫ് ഓഫ് എക്സ് കോമ വൈ വിൽ ബി ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതി? f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ എന്ന് മാറ്റി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഉള്ളിൽ സമ്മേഷൻ ഓവർ വൈ ആണ് അല്ലേ?
അപ്പോൾ അതിൽ നമുക്ക് എക്സും f1 എന്താ കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. അപ്പോൾ അതിനെ നമ്മൾ സമ്മേഷൻ ഓവർ വൈൻ്റെ പുറത്തോട്ട് എടുത്തു. അപ്പോൾ അത് എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിൽ ആ എക്സും f1 അതായത് സമ്മേഷൻ ഓവർ എക്സ് സമ്മേഷൻ ഓവർ വൈ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു f1 ഇൻറ്റു f2 എന്താണ് ഉള്ളിൽ സമ്മേഷൻ ഓവർ വൈ ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സും f1 അവിടെ ഒരു കോൺസ്റ്റൻ്റാണ്. അതുകൊണ്ട് നമുക്ക് ആ സമ്മേഷൻ ഓവർ വൈൻ്റെ പുറത്തോട്ട് എക്സിനെയും f1 നമുക്ക് പുറത്തോട്ട് എടുക്കാം. അങ്ങനെ നമ്മൾ പുറത്തോട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓവർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു f1 സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു f2 അങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ ഈ ഒരു ടേം എന്താ? അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു f1 എന്നുള്ളത് എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് അല്ലേ? ഈ രണ്ടാമത്തെ ടേമോ സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു f2 എന്നുള്ളത് എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് കിട്ടിയില്ലേ? അതായത് മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൻ്റെ പ്രൂഫായില്ലേ? ഓക്കെ. അപ്പോൾ എന്താ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ പ്രൊവൈഡഡ് ഓൾ ദി എക്സ്പെക്റ്റേഷൻ എക്സിസ്റ്റ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളതിന് നമ്മൾ ചെയ്തു നോക്കി. എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് g(x, y) ആക്കി എടുത്ത് എന്നിട്ട് ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ g(x, y) ആയിട്ട് എടുത്തു ഇൻറ്റു f(x, y) ഇല്ലേ? അപ്പം അതിൽ f(x, y) എന്നുള്ളത് എന്തായിട്ട് മാറും? എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് f(x, y) നമ്മളെങ്ങനെ മാറ്റി എഴുതി? f1 ഇൻറ്റു f2 എന്ന് മാറ്റി എഴുതി അല്ലേ? എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ എക്സിൻ്റെ ടേംസിനെ സമ്മേഷൻ ഓവർ വൈൻ്റെ പുറത്തോട്ട് എടുത്തു, എക്സിനെയും f1 അങ്ങനെ അത് രണ്ട് ടേമായിട്ട് മാറി. അതിനെങ്ങനെ രണ്ട് ടേമായിട്ട് മാറി. അപ്പോൾ സമ്മേഷൻ ഓവർ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു f1 എന്നുള്ളത് എന്താവും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആകും. സമ്മേഷൻ ഓവർ വൈ ഇൻറ്റു f2 എന്നുള്ളത് എന്തായി? നമുക്കറിയാം അത് എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണെന്ന്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് എന്താ? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ. ഇനി നമുക്ക് നോക്കാം ഇതെന്താ? കണ്ടിന്യൂസ് കേസാണ്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് കേസല്ലേ പറഞ്ഞത്. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വരും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമ്മേഷന് പകരം എന്ത് വരും? ഇൻ്റഗ്രേഷൻ വരും അല്ലേ? സമ്മേഷന് പകരം അവിടെ ഇൻ്റഗ്രേഷൻ വരും. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്താണ് കിട്ടുന്നത്? ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് വൈ എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് വരും. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ തിയറം വെരിഫൈ ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ എക്സാമിന് ചിലപ്പം വരാൻ മതിയാവും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ തിയറം വെരിഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ, വെരിഫൈ ചെയ്യാൻ പറയും. അപ്പം ക്വസ്റ്റ്യൻ നോക്കുക. കൺസിഡർ ദ ജോയിൻറ്റ് PDF f of x, y is equal to x into 1 plus 3y² 4. 0 less than x less than 2, 0 less than y less than 1. 0 elsewhere. അപ്പോൾ ഇവിടെ എന്താണ്? ജോയിൻറ്റ് PDF ആണ് തന്നത്. f of x, y എന്ന് പറയുന്നത് ജോയിൻറ്റ് PDF ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം വെരിഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിന് കണ്ടീഷൻ ഉണ്ട്, എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? ആദ്യം നമ്മൾ f1 കാണും, പിന്നെ f2 കാണും. എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പ്രൊഡക്റ്റ് f1 ഇൻറ്റു f2 ഈക്വൽ ടു f(x, y) ആണോ എന്ന് നോക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഹിയർ ദ PDF ഓഫ് എക്സ് f1 എങ്ങനെയാണ് കാണുക? എക്സിൻ്റെ മാർജിനൽ ഡെൻസിറ്റി കാണണ്ടേ? അപ്പോൾ f1 ഈക്വൽ ടു എന്താണ്?
എഫ് ഓഫ് എക്സ് കോമ വൈനെ എക്സിൻ്റെതായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും അല്ലേ. എക്സിൻ്റെതായതുകൊണ്ട് നമ്മൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ജോയിൻറ്റ് പി ഡി എഫിനെ നമ്മൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ എഫ് ഓഫ് എക്സ് കോമ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വൈ എന്ന് പറയുമ്പോൾ വൈൻ്റെ റേഞ്ച് 0 to 1 ആണ്. ഇൻ്റഗ്രൽ ഫ്രം 0 to 1 എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താ, എക്സ് ഇൻറ്റു 1 + 3y² 4 dy. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എഫ് വൺ ഓഫ് എക്സ് എന്നുള്ളത് x/2 എന്ന് വരും. ഇൻ്റഗ്രേഷനൊന്നും ഞാൻ പറയണില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും, എഫ് വൺ ഓഫ് എക്സ് എന്നുള്ളത് നമുക്ക് x/2 എന്ന് കിട്ടും. ഇനി പി ഡി എഫ് ഓഫ് വൈ, വൈൻ്റെ പി ഡി എഫ് കാണണം അല്ലേ, അതായത് F2 ഓഫ് വൈ. ഇവിടെ F2 ഓഫ് എക്സ് അല്ല, F2 ഓഫ് വൈ ആണ്, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അപ്പോൾ F2 ഓഫ് വൈ കാണണം അല്ലേ, അടുത്തത് F2 ഓഫ് വൈ. അപ്പോൾ F2 ഓഫ് വൈ വൈൻ്റെ മാർജിനൽ പി ഡി എഫ്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വൈൻ്റെതായതുകൊണ്ട് നമ്മൾ എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് കോമ വൈ അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് എന്ന് പറയുമ്പം എക്സിൻ്റെ ലിമിറ്റ് 0 to 2 അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 2 എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താ, എക്സ് ഇൻറ്റു 1 + 3y² 4 ഇൻറ്റു ഡി എക്സ് അല്ലേ. അപ്പോൾ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് കിട്ടും, 1 + 3y² 2 എന്ന് കിട്ടും. പിന്നെ നമ്മളവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ലിമിറ്റും കൂടി അവിടെ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. ഇവിടെ വൈൻ്റെതായതുകൊണ്ട് വൈൻ്റെ ലിമിറ്റ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്യണം എല്ലാത്തിലും. ഏതൊരു ഡെൻസിറ്റി പി ഡി എഫ് എഴുതുമ്പോൾ നമ്മൾ എന്തെഴുതണം, അവിടെ ലിമിറ്റ് അവിടെ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ എഫ് വൺ ഓഫ് എക്സും എഫ് വൺ ഓഫ് എക്സും F2 ഓഫ് വൈയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ, എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കണം. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ ഈസ് ഈക്വൽ ടു എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് വൈ ആണോ നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, എഫ് വൺ ഓഫ് എക്സും F2 ഓഫ് വൈയും കണ്ടെത്തിയില്ലേ. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് വൺ ഓഫ് എക്സ് എന്താണ്, x/2 ഇൻറ്റു F2 ഓഫ് വൈ എന്താ, 1 + 3y² 2. അപ്പോൾ എന്ത് വന്നു, ഇത് തന്നെയല്ലേ നമ്മളെ എഫ് ഓഫ് എക്സ് കോമ വൈ എന്ന് പറയുന്നത്. ഇതെന്താ വരിക, x/4 ഇൻറ്റു 1 + 3y² അല്ലേ. ഇതന്നെയല്ലേ നമ്മൾ എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് അല്ലേ. അതായത് എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു F2 ഓഫ് വൈ ആണെന്ന് മനസ്സിലായി, അത് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് എന്താണ്, എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം, ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് വെരിഫൈ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ തിയറം വെരിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണ്, അതൊക്കെ. ഇനി നമുക്ക് നോക്കാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്തായിരുന്നു, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ ആണെന്നാണ്. അപ്പോൾ അവിടെ അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് വെരിഫൈ ചെയ്യണുണ്ടോ നോക്കാം. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കാണാം, ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ കാണാം അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എന്താ, എക്സ് ഇൻറ്റു വൈ. അപ്പം പിന്നെ പോരാത്തന്നെ എന്താണ്, ഇവിടെ കണ്ടിന്യൂസ് കേസാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം 0 to 2 ഇൻ്റഗ്രൽ ഫ്രം 0 to 1 എക്സ് വൈ, ജി ഓഫ് എക്സ് വൈക്ക് പകരം എക്സ് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എക്സ് ഇൻറ്റു 1 + 3y² 4 ഇൻറ്റു ഡി വൈ ഡി എക്സ് അല്ലേ. ഞാൻ എപ്പോഴെങ്കിലും dy ബൈ ഡി എക്സ് എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പം ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സെയിം എന്താണ്, ഇവിടെ എക്സ് ഇൻറ്റു എക്സ്, അവിടെ ഒരു x² വരുമല്ലോ. x² 4 എന്നുള്ളത് കോൺസ്റ്റൻ്റ്, അതായത് ഫസ്റ്റ് ഉള്ളിലുള്ള ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ വൈ ആണ്. അപ്പോൾ നമുക്ക് ആ x² 4നെ പുറത്തോട്ടിടാം, ആ ഒരു ഇൻ്റഗ്രലിനെ പുറത്തോട്ടിടാം. അപ്പോൾ എന്ത് വരും, 0 to 2 x² 4 ഇൻ്റഗ്രൽ 0 to 1 y ഇൻറ്റു 1 + 3y² ഇൻറ്റു ഡി വൈ ഡി എക്സ്. നമ്മൾ എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ആദ്യം വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് എന്ത് കിട്ടും, 5/6 കിട്ടും. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് 5/6 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം,
എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണണം അല്ലേ. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് ഈ ഒരു ക്വസ്റ്റ്യനിൽ വെരിഫൈ ചെയ്യണ്ടേ. അപ്പം ഇത് ഹോൾഡ് ചെയ്യണ്ടോ നോക്കണ്ടേ. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണണം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമ്മൾ കാണുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് അല്ലേ. ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ്. ഇവിടെ ഒറ്റ റാൻഡം വേരിയബിൾ അല്ലേ ഉള്ളൂ. അപ്പോൾ എക്സ് ഇൻറ്റു നമുക്ക് എഫ് വൺ ഓഫ് എക്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്, അതായത് എക്സിൻ്റെ PDF കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു എക്സ്, ഇൻ്റഗ്രൽ ഓവർ എക്സ് എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് dx കാണാം, അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കാണാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എക്സ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഫ്രം 0 to 2 എക്സ് ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് എന്തായിരുന്നു കിട്ടിയത്, x/2 അല്ലേ. x/2 dx. അപ്പോൾ എന്ത് വരും, 1/2 ഇൻറ്റു x² dx അല്ലേ. അപ്പോൾ 1/2നെ പുറത്തെടുക്കുക, x² എന്ന് വരുമ്പോൾ x³/3 വരും. നമ്മൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യും. അങ്ങനെ അവസാനം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്നുള്ളത് എന്ത് വരും, 8/6 വരും. പിന്നെ നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കാണണം. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്ന് പറയുമ്പോൾ എന്താ, ഇൻ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു എഫ് ഓഫ് വൈ അല്ലേ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് F2 ഓഫ് വൈ അല്ലേ. വൈൻ്റെ മാർജിനൽ PDF ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ വൈ ഇൻറ്റു F2 ഓഫ് വൈ ആണ്. ഇവിടെ എക്സ് മാറിപ്പോയതാണ്, ഇവിടെ ശരിക്കും വൈ ആണ് വരിക. അപ്പോൾ അതായത് F2 ഓഫ് വൈ ആണ് വരിക, വൈ ഇൻറ്റു F2 ഓഫ് വൈ dy. അപ്പോൾ വൈ എന്താണെന്നറിയാം, വൈ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ ഓവർ വൈ ആയതുകൊണ്ട് വൈൻ്റെ ലിമിറ്റ് ഇൻ്റഗ്രൽ ഫ്രം 0 to 1 വൈ ഇൻറ്റു F2 ഓഫ് വൈ എന്താ കിട്ടിയത്, 1 + 3y²/2. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻറ്റു dy. എന്നിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവസാനം നമുക്ക് 5/8 കിട്ടും. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നുള്ളത് 5/8 കിട്ടും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും കിട്ടി, എക്സ്പെക്റ്റേഷൻ ഓഫ് വൈയും കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ കാണുക. അപ്പോൾ എന്ത് വരും, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്നുള്ളത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 8/6 ആണ് കിട്ടിയത്. എക്സ്പെക്റ്റേഷൻ ഓഫ് വൈ എന്താ, 5/8 ആണ് കിട്ടിയത്. അപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പം എന്ത് വന്നു, 4/48 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/6. അത് തന്നെയല്ലേ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ വെരിഫൈ ചെയ്തു. എന്താണ്, ഹെൻസ് ഫോർ ദ ഗിവൺ ജോയിൻറ്റ് PDF ഓഫ് 2 continuous random variables x and y the multiplication theorem on expectation is verified. മൾട്ടിപ്ലിക്കേഷൻ തിയറം വെരിഫൈഡ് ആണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി,